ഓർക്കാട്ടേരി റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും SKJM-ഉം സംയുക്തമായി റേഞ്ചിലെ എടച്ചേരി മേഖലയിൽ മദ്രസ പൊതുപരീക്ഷയിൽ ടോപ്പ് പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഉസ്താദുമാരുടെ സഹധർമ്മിണികൾക്കുള്ള ബലിപെരുന്നാൾ പ്രമാണിച്ച് പുടവ വിതരണവും നടത്തി. ചടങ്ങ് സയ്യിദ് ഹൈദ്രോസ് തുറാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. യോഗ്യരായ ഉസ്താദുമാരെ കിട്ടാൻ വേണ്ടി മാനേജ്മെന്റ് നെട്ടോട്ടം ഓടുമ്പോൾ ആ ബാങ്കിലൂടെ ഉസ്താദുമാരെ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാനേജ്മെന്റ് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന് സോഫ്റ്റ്വെയർ സംവിധാനം, കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ അത് ക്രോഡീകരിച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ റേഞ്ചിലെ 25 മദ്രസകളിലും ഉസ്താദുമാരുടെ അഭാവം ഉണ്ടാകുമ്പോൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളെ വിളിച്ച് ആവശ്യപ്പെട്ടാൽ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള ഉസ്താദുമാരുടെ ഡാറ്റയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ഉസ്താദുമാരെ തരാൻ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് സാധിക്കും. അതേപോലെ തന്നെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മദ്രസാ തലങ്ങളിൽ മാനേജ്മെന്റ് കമ്മിറ്റികൾക്ക് ബോധവൽക്കരണം നടത്തി ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ റേഞ്ചിൽ വളരെ നല്ല രൂപത്തിൽ യോഗ്യരായ ഉസ്താദുമാരെ തന്നെ മദ്രസയിൽ നിയമിച്ചുകൊണ്ട് നേരത്തെ AI സംവിധാനത്തെക്കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദ് പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനത്തിലൂടെയുള്ള പഠന സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകാൻ ആവശ്യമായ പദ്ധതികൾ ഓരോ മദ്രസകളിലും ആവിഷ്കരിച്ചുകൊണ്ട് സമസ്ത സംവിധാനിച്ചിട്ടുള്ള സിലബസ് സംവിധാനത്തിലൂടെ വളരെ നല്ല രൂപത്തിലുള്ള മതപഠന സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മാനേജ്മെന്റ് അതിനു വേണ്ടി കൃത്യമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് ഞങ്ങൾ എല്ലാ മാനേജ്മെന്റ് കമ്മിറ്റികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരത് ഉൾക്കൊണ്ടിട്ടുമുണ്ട്. കാരണം ഓരോ പ്രദേശത്തും മതകീയ രംഗത്ത് നമ്മൾ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു മാസത്തിൽ 1 ലക്ഷം, 2 ലക്ഷം, 1.5 ലക്ഷം ആ കമ്മിറ്റികൾ ഉണ്ടാക്കി അതിന് ആ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ മദ്രസാ സംവിധാനം മുന്നോട്ട് പോകുന്നത്. ഒരു ഗവൺമെന്റിൽ നിന്ന് 100 രൂപ പോലും നമുക്ക് കിട്ടാറില്ല. അതാത് പ്രദേശത്തുള്ള ആളുകൾ അതിനുവേണ്ടി കൃത്യമായ പരിശ്രമം നടത്തിക്കൊണ്ടാണ് പല മദ്രസകൾക്കും ശമ്പളം കൊടുക്കാൻ തികയാത്ത വിഷയങ്ങളൊക്കെ നമ്മൾ അറിയിക്കാറുണ്ട്. അത്രക്കും കാര്യഗൗരവത്തിൽ നല്ല പ്രാപ്തരായ ഉസ്താദുമാരെ വലിയ ശമ്പളം കൊടുത്ത് നിയമിച്ചുകൊണ്ട് ആ പഠന രംഗത്തുണ്ടാകുന്ന പോരായ്മകൾ അത് നികത്താൻ മാനേജ്മെന്റ് കമ്മിറ്റികൾ മുന്നോട്ട് വരണം. ഓരോ മാസത്തിലും അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ക്ലാസ് ബേസിലുള്ള പരീക്ഷകൾ നടത്തി മാനേജ്മെന്റ് കമ്മിറ്റികൾ ആ ക്ലാസിന്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറാകണം. ബാക്ക്പേഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേക കോച്ചിങ്ങുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ കുട്ടികളെ ഉന്നതിയിലെത്തിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് മാനേജ്മെന്റും ഉസ്താദുമാരും കൂടി യോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം. MP അബ്ദുൽ ജബ്ബാർ മൗലവി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റഷീദ് പന്നൂർ അധ്യക്ഷനായി. നാസർ എടച്ചേരി, MK യൂസഫ് ഹാജി, VP അഷ്റഫ്, CP സലാം, തേയുള്ളതിൽ കുഞ്ഞബ്ദുള്ള, PK മജീദ് ഹാജി, അബൂബക്കർ VP, TP ഗഫൂർ മാസ്റ്റർ, KK റഫീഖ് മാസ്റ്റർ, ഹസൻ ഫൈസി, അഷ്റഫ് ഫൈസി, സഹദ് ബാഘവി, നിസാർ മൗലവി, ഷെരീഫ് യമാനി തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. പുതിയങ്ങാടി സിറാജുൽ ഹുദ മദ്രസയിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉസ്താദുമാരും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. ബാഘവി നന്ദി പറഞ്ഞു.